നമസ്തേ. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി പ്രവീണിനു വേണ്ടി നടന്ന വാഹന പ്രചാരണത്തിൽ പങ്കെടുത്ത മറിയ ഉമ്മന്റെ വരവ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ അതിർത്തികൾ കടന്നുള്ള പ്രചാരണത്തിന് കോൺഗ്രസ് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ വിളവൻകോട് മണ്ഡലത്തിൽ എത്തിയത്. പ്രഭാത സമയത്ത് തന്നെ ആരംഭിച്ച വാഹന പ്രചാരണത്തിൽ പ്രവർത്തകരോടൊപ്പം റോഡ് ഷോ നടത്തി മുന്നേറിയ മറിയ ഉമ്മൻ നാട്ടുകാരുമായി നേരിട്ട് സംബന്ധിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ലളിതമായ സമീപനവും ആത്മവിശ്വാസമുള്ള സംസാര ശൈലിയുമാണ് പ്രചാരണത്തിന് വേറിട്ട ഭാവം നൽകിയത്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, ആളുകൾക്ക് സഹായം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമാണ്. അദ്ദേഹം 7 വീടാണ് ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലുള്ള അദ്ദേഹം ജയിച്ചു വരുമ്പോൾ നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏപ്രിൽ 23-ന് 23-ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം മെയ് 4-ാം തീയതി ജയിച്ചു വന്നു കഴിയുമ്പോൾ അതിനുശേഷം നിങ്ങൾ കൊടുത്ത വോട്ട് തെറ്റിപ്പോയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാകും എന്നെനിക്ക് ഉറപ്പാണ്. അടുത്ത 5 വർഷം നിങ്ങളോടൊപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ് എന്റെ രാഷ്ട്രീയ യാത്രയുടെ ശക്തി. വികസനവും ജനക്ഷേമവും മുൻനിർത്തിയാണ് ഈ പ്രചാരണം. കേരളത്തിൽ തന്നെ ശക്തമായ പ്രചാരണ മുഖമായി ഉയർന്ന മറിയ ഉമ്മൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 13 ദിവസത്തിനുള്ളിൽ 14 ജില്ലകളിലായി 75ഓളം മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് യുവജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു മറിയ. അതേ ആവേശവും പ്രവർത്തന ശൈലിയും ഇപ്പോൾ തമിഴ്നാട്ടിലും പ്രകടമാവുകയാണ്. വിളവൻകോട് മണ്ഡലത്തിൽ കോൺഗ്രസ് ക്യാമ്പിന് പുതിയ ഉണർവ് നൽകുന്ന ഘടകമായി മറിയ ഉമ്മന്റെ സാന്നിധ്യം വിലയിരുത്തപ്പെടുന്നു. പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ചേർന്ന പ്രചാരണത്തിൽ ജനങ്ങളോട് കൈകോർത്തും ആശയങ്ങൾ പങ്കുവെച്ചും മുന്നേറുന്ന മറിയ ഉമ്മൻ സംസ്ഥാന അതിർത്തികൾ കടന്നുള്ള സ്വാധീനം തെളിയിക്കുന്നു. മറിയ ഉമ്മൻ വന്നതോടെ പ്രചാരണത്തിന് പുതിയ ഊർജം കിട്ടുകയും യുവജനങ്ങൾ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങുകയും ചെയ്തെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും സ്വന്തം വ്യക്തിത്വം കൊണ്ടാണ് മറിയ ഉമ്മൻ ശ്രദ്ധ നേടുന്നത്. ലാളിത്യം, പ്രവർത്തനക്ഷമത, ജനങ്ങളോടുള്ള അടുത്ത ബന്ധം, ഈ ഗുണങ്ങൾ തന്നെ അവരെ വേറിട്ടു നിർത്തുന്നു. കേരളത്തിൽ നിന്ന് ആരംഭിച്ച ഈ യുവ നേതൃത്വ യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും വ്യാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും പുതിയ തലമുറയുടെ രാഷ്ട്രീയ മുഖമായി മറിയ ഉമ്മൻ ഉയർന്നു വരുന്നു എന്നത് വ്യക്തമാണ്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുതിയ ഊർജമായി മാറുന്ന മറിയ ഉമ്മൻ കോൺഗ്രസിന് എത്രത്തോളം നേട്ടമുണ്ടാക്കുമെന്നത് ഇനി കാത്തിരുന്ന് കാണാം.